ഭാഗ്യം ഉണ്ടെങ്കിൽ മഴ എടുത്ത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാണുമ്പോഴൊക്കെ വരും. ഞാനാണ് തോന്നുന്നു ആ നിശബ്ദതയില്ലാത്ത നിൽപ്പാണ് നിൽക്കുന്നത്. പക്ഷെ അവൻ്റെ പ്രത്യേകത കൊമ്പില്ല കേട്ടോ, കൊമ്പില്ല. കൊമ്പില്ലാത്ത ഹരികൃഷ്ണനാണ്. അവനുടെ പേര് ഹരികൃഷ്ണൻ എന്നാണ്. 32 വയസ്സ് ഉണ്ട്. ഇവിടെ എഴുതി വെച്ചിങ്ങനെയാണ്, എനിക്ക് അറിഞ്ഞൂടല്ലാതെ. കൊമ്പില്ല കേട്ടോ, കൊമ്പില്ലാത്ത ആനയാണ്. ഈ വില്ലത്തരം കയ്യിലുള്ള ഞാൻ തോന്നുന്നു നിൽക്ക് കണ്ടിട്ട്. വശപ്പശയൊക്കെ ഉണ്ട്, ആളൊന്നുമില്ല, തിരക്കാണ്. ഈ ഉച്ച സമയമായതുകൊണ്ട് ആളൊന്നുമില്ല. ഇനി അടുത്ത ഹരികൃഷ്ണനാണ് മോള്. ഹരി നോക്കണം, ഹരി ഇപ്പം നോക്കണം കേട്ടോ. പേരൊക്കെ ഹരി ഹരികൃഷ്ണൻ, നല്ല പേര്. അങ്ങോട്ട് പോവുമായിരുന്നു. ഇവിടെ ഒരു ആന കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ റേറ്റൊക്കെ കൂടി കേട്ടോ. ഒരു ടിക്കറ്റിന് ഒരാൾക്ക് 60 രൂപയാണ്. മുന്നേ ഇത്ര ഇല്ലായിരുന്നു. നമ്മുടെ കാപ്പുകാട് ആണ് നമ്മൾ നിൽക്കുന്നത്. എവിടെയാണ് സ്ഥലമെന്ന് മനസ്സിലായ? കാപ്പുകാടാണ് കേട്ടോ. കാപ്പുകാട് നെയ്യാടാം, തിരുവനന്തപുരം നെയ്യാടാമിലെ കാപ്പുകാട് എന്ന ആനസങ്കേത കേന്ദ്രം. ഒരു ജഗജാൽ വില്ലാളിയെ ഒരാളെ കാണിച്ചു തരാം കേട്ടോ. അവൻ ഇച്ചിരി കൊമ്പൊക്കെ ഉള്ളതാണ്. ആനയ്ക്ക് കൊടുക്കാനുള്ള തീറ്റ പുല്ലൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. വളർത്തു പുല്ല്, പ്ലാവല. ഇതിച്ചിരി ഇവനിത്തിരി കൊമ്പൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ ഇങ്ങോട്ട് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. കാണുമ്പം തന്നെ പേടി തോന്നും. തുമ്പിക്കൈ ഒയ്ത്താണ്, നമ്മളൊന്നും ചെയ്യില്ല, നമ്മൾ പാവങ്ങളാണ്. തീറ്റയുടെ സമയം കഴിഞ്ഞ് തീറ്റയൊക്കെ കൊടുത്തിട്ട് തിന്നിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ പേരൊന്നും ഇവിടെയൊന്നും എഴുതി വെച്ചിട്ടില്ല. ആദ്യം കണ്ട ആനയുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല കേട്ടോ. ഈ ഒരു കയറ് കാണില്ല, ഇതിനപ്പുറത്ത് പോകാൻ പാടില്ല, ഇവിടെ നിന്നേ നോക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇവർക്കൊരു നിൽപ്പിനൊരു സ്വസ്ഥതയില്ലാന്ന് തോന്നുന്നു. നിന്ന് ആഞ്ഞ് നിൽക്കുകയാണ്. എന്തോ ഒരു അസ്വസ്ഥത ഉള്ളതുപോലെ. ഒരുപാടൊന്നും ഇല്ല, 6 എണ്ണമേ ഉള്ളൂ. 6 ആനകളാണ് ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തേതിനെ കണ്ടേ ഉള്ളൂ, ഇനിയുണ്ട് അങ്ങോട്ട്.